ഹായ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലും ക്രിസ്മസ് ഒക്കെ എത്തിയോ? സാന്റാക്ലോസ് വന്നായിരുന്നോ? അപ്പം ഞങ്ങളുടെ വീട്ടിലും ഒരു സാന്റയല്ല, ഒരുപാട് സാന്റാക്ലോസ് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം, ബാ. ഇത് കണ്ടോ, വീട്ടിൽ ഒരുപാട് ഗപ്പി വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ഇതിൽ ഗപ്പിയിലെ ഒരു വെറൈറ്റിയാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് സാന്റാക്ലോസ്. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കണക്ക് വെള്ളത്താടിയും ചുമന്ന ഡ്രസ്സും അണിഞ്ഞ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ഭംഗിയുള്ള ഗപ്പിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് സാന്റാക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഗപ്പിയൊക്കെ ആകുമ്പം ഒരു ആഴ്ച 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ ഈ വെള്ളം ഇതുപോലെ അഴുക്കാവും. അപ്പോൾ ആ അഴുക്കാവുന്ന സമയത്ത് നമ്മൾ മാറ്റി വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇന്ന് മോന്മാരെ മാറ്റാം, കാണിച്ചു തരാം. കണ്ടോ, നോക്കിയേ, കണ്ട ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അണക്കന്നെ വെള്ളത്താടിയും ചുമന്ന ഡ്രസ്സും അണിഞ്ഞ സാന്റാക്ലോസ്. ഭംഗിയുണ്ട. ഇനി നമുക്ക് വേറെ വെള്ളത്തിലോട്ടിടാം. വെള്ളപ്പാത്രം ആകുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും. കുറേ പേര് ഗർഭിണിയല്ലേ? ഇനി ഇതെല്ലാം വിരിഞ്ഞ് കുറേ ആളുകളാവും. ബാക്കിയുള്ളതിനെ കൂടെ അങ്ങ് പിടിക്കാം. വായോ വായോ വായോ. ഈ വല ഉപയോഗിക്കാൻ എളുപ്പമാട്ടോ. മീൻ വളർത്തുന്നവരൊക്കെയാണെങ്കിലേ ഈ നെറ്റ് കണ്ട, ഇതുപോലെ നെറ്റാകുമ്പം അഴുക്ക് ഒരുപാട് കയറത്തില്ല. പിടിക്കാനും എളുപ്പമാണ്. പാടാ പാടാ, ഒരാളോടുണ്ട്. പാടാ 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 പാടാ. അയ്യോ, ഒരെണ്ണം ചാടി. ഒന്നും കുറണ്ട്. വാടാ വാടാ, അവൾ വാടിക്ക. അവൾ ഗർഭിണിയാ, വയറ് വീർത്തിരിക്കുന്നുണ്ട്. ഇതിൽ മെയിൽ ഗപ്പി എന്ന് പറയുന്നത് ഇതാണ്ട, ഈ റെഡ് കളർ വരുന്നുണ്ട. വാലിന് റെഡും നമ്മുടെ വെള്ളത്താടിയും വരുന്ന സാന്റ. അപ്പം അതാണ് സാന്റ എന്ന പേര് വന്ന് എന്താ മനസ്സിലായല്ലേ? ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ വെള്ളത്താടിയും ചുമന്ന കളർ ദേഹമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ആണുങ്ങളാണ് ഈ നല്ല കളർ വരുന്നത്, ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ്. അവളമാർ ഗർഭിണികളാണ്. വയറ് വീർത്തിരിക്കുന്നുണ്ടോ? അവരെ ഒന്ന് ഞാൻ കയ്യിലെടുത്ത് കാണിക്കാം. ഓട്ടം ഓട്ടം കിട്ടുന്നില്ല. ആണ്ട് വേണ്ട, കളറുള്ളതാണ് ആണ്, മറ്റേത് പെണ്ണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? അവനെ കാണാൻ അടിപൊളി. ക്രിസ്മസ് ആയിട്ട് വന്ന പുതിയ അതിഥികളാണ്. ഇത് ഇന്ന് പ്രസവിച്ചതേ ഉള്ളൂ. നമ്മുടെ സാന്റയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അതിനെ ഇനി മാറ്റിയിട്ട് കൊടുക്കാം. വെറും ചെറിയ കുഞ്ഞുങ്ങളാണ്, ഇന്നങ്ങോട്ട് പ്രസവിച്ചതേ ഉള്ളൂ. മാറ്റിയിട്ടില്ലെങ്കിൽ ഈ വലിയ മീനുകൾ ഇതിനെ കഴിക്കും. കണ്ടോ, ഈ സാന്റയൊന്നും വലിയ പ്രശ്നക്കാരല്ല, എങ്കിലും നമ്മളങ്ങ് മാറ്റിയിടുന്നതേ ഉള്ളൂ. ഫുൾ റെഡൊക്കെയാണ് നല്ല പ്രസവിക്കുന്ന ഉടനെ ആ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിക്കുന്നത്.
കുഞ്ഞുങ്ങൾക്ക് നല്ല ഓടിക്കളിക്കാനും പിന്നെ നല്ല ഫുഡ് കിട്ടണ്ടേ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിൽ നിന്നെടുത്ത് മാറ്റുന്നത്. ഏകദേശം 1 മാസത്തോളം ഈ ഒരു വലിപ്പത്തിലുള്ള പാത്രത്തിൽ തന്നെ കിടക്കും. പിന്നെ പാത്രം വെള്ളം അഴുക്കാവുന്നതനുസരിച്ച് നമ്മളിത് വെള്ളം മാറ്റി കൊടുത്താൽ മതി. ഇനി ഈ തള്ളയും അവരെ ഹസ്ബൻഡിനെയും കൂടി ഒരുമിച്ച് വേറെ പാത്രത്തിൽ ഇടണം, അടുത്ത ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി. കണ്ടോ, ഇവരെല്ലാം ഒറ്റ പ്രസവത്തിൽ ഇവിടെ വളർന്ന കുഞ്ഞുങ്ങളാട്ടോ. ഒരു 3 മാസം പ്രായമായ കുഞ്ഞുങ്ങളാ. ഇവിടെ തന്നെ നമ്മൾ ഇതുപോലെ വളർത്തിയെടുത്തതാണ്. ഇവരൊരു 27 പേരുണ്ട്. ഇനി ഇവരെ അതുപോലെ തന്നെ ഇവരെ നമ്മൾ വളർത്തിയെടുക്കണം. ഇതിനകത്തെ പൊടി അഴുക്കൊക്കെ ഇവിടെ ട്യൂബുണ്ട്, അപ്പോൾ ആ ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഇവർക്കുള്ള ഫുഡ് കൊടുക്കുന്നത് കാണാം. കണ്ടേ, ഇതാണ് നമ്മൾ ലൈവ് ഫുഡെന്ന് പറയുന്ന മൊയ്ന. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഒരുപാട് ഇങ്ങനെ ഓടുന്നൊരു ചെറു ജീവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ആദ്യത്തെ ദിവസം കൊടുക്കണമെന്നില്ല, എങ്കിലും നമ്മളിതിനെ പിടിച്ചിട്ടാൽ അവർക്ക് വേണമ്പം തിന്നോളും. ഇതിനെ കുറച്ച് പിടിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, കണ്ടോ, ചുമന്ന കളറിന് പോലെ ഇരിക്കുന്നുണ്ട്, അതാണ് മൊയ്ന. ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മളിത് കഴുകിയിട്ടാണ് അതിനിട്ട് കൊടുക്കുന്നത്. മൊയ്നയുടെ ഫുഡെന്ന് പറയുമ്പോൾ ഈസ്റ്റ് കലക്കിയാണ് മൊയ്നയ്ക്ക് കൊടുക്കുന്നത്. നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതാണ് മൊയ്ന. അപ്പോൾ ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലൊരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്ത് ഇത് മൊയ്ന അതിലെ മുകളിലോട്ട് വെച്ചാൽ അത് ഓടുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇനി നമുക്കത് അരിപ്പ അങ്ങ് തിരിച്ചു വെക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാവരും കാണാമല്ലേ. ഇതാണ് മൊയ്നയാണ് മീൻ കൊടുക്കുന്ന ലൈവ് ഫുഡ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ലൈവ് ഫുഡ്. ഇനി നമുക്കത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പിന്നെ മൊയ്നയുടെ പരിചരണവും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലിടാം. ഇതെന്ന് പറയുന്ന മൊയ്ന ഫീഡിങ് ട്യൂബാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് മൊയ്നതിനെ കൊടുക്കുന്നത്. ഞെക്കി സിറിഞ്ച് പോലെ തന്നെ. കണ്ടോ, ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതായത് വലുതിനും കൊടുക്കാം കേട്ടോ.